നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പറഞ്ഞാൽ NH66 വർക്കാണ്. അത് മന്നലാങ്കുന്ന് മുതൽ ചാവക്കാട് വരെ എത്രത്തോളം വർക്കുകളാണ് കഴിഞ്ഞു കിടക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വർക്ക് വളരെ വൃത്തിയായിട്ട് തന്നെ പൂർത്തിയാക്കി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ മുകളിൽ ലാസ്റ്റ് കോട്ടിങ് മാത്രം ബാലൻസ് നിർത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ ഒരുവിധം വർക്കുകളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സൈഡിലുള്ള റോഡ് പാസേജ് മാത്രം നിർത്തി അതുപോലുള്ള കാര്യങ്ങൾ മാത്രമാക്കിയിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. എന്തായാലും അവിടുന്ന് മുതൽ നിങ്ങൾക്ക് ചാവക്കാട് വരെയുള്ള എത്രത്തോളം പാലങ്ങൾ, അതുപോലെ പാലത്തിൻ്റെ എത്രത്തോളം വർക്ക് കഴിഞ്ഞ് അതൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ അവിടുന്ന് പോരുന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന പാലമാണ് ഇത്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പാലത്തിൻ്റെ വർക്കൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഒരു സൈഡ് ഫുള്ള് അവർ മണ്ണടിച്ച് സൈഡൊക്കെ ഭിത്തിയൊക്കെ കെട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. പിന്നെ ഈ കൂടുതലും സ്ഥലങ്ങളിലും പോക്കറ്റ് റോഡ് സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് അതിൽ കൂടെ വണ്ടി പാസ് ചെയ്ത് വിടുന്നത്. ഇവിടെ മെയിൻ റോഡ് ചില സ്ഥലങ്ങളിൽ മെയിൻ റോഡ് സെറ്റ് ചെയ്തതും ഉണ്ട്. അതുപോലെ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ഉള്ളത് നിർത്തി വെച്ചിട്ടുണ്ട്. അത് കുറേ സാധനങ്ങൾ ഷോർട്ടേജിൻ്റെ കാരണമൊക്കെയാണെന്നാണ് അവർ പറയണത്. മണ്ണ് കിട്ടാതായിട്ടും അതുപോലെ ടാറിങ്, പിന്നെ അതുപോലെ ഈ മെറ്റൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതിൻ്റെ കാരണമൊക്കെയാണ്. എന്തായാലും ഈ മഴയുടെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഇവിടുത്തെ ഒരുവിധം വർക്കൊക്കെ തീരും എന്നാണ് അവർ പറയണത്. എന്തായാലും ഒരുപാട് പാലങ്ങളുടെ വർക്കുകളൊക്കെ നല്ല സ്പീഡിൽ തന്നെ അവർ തീർത്ത് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളിതൊക്കെ കണ്ടുവരിക. പിന്നെ അത് അവരെ ഗോഡൗണും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ അവരെ വണ്ടികളിൽ ഈ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടികളും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നിങ്ങളിതൊക്കെ കണ്ടിട്ട് വരിക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതിന് കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ ഇടയ്ക്കൊരു ഭാഗങ്ങളൊക്കെ എത്തുമ്പോൾ ഇടയ്ക്കൊരു ഭാഗത്തുള്ള ഒരുപാട് വർക്കുകളൊക്കെ അവിടെ രണ്ട് പാലങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടുത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ പാലത്തിൻ്റെ വർക്ക് അതിഗംഭീരമായിട്ട് തന്നെ തീർത്തുകൊണ്ട് JCB ഇട്ട് മണ്ണടിച്ച് കയറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ഇവർ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിലൊക്കെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയും. ഇനി നമുക്ക് ചാവക്കാട് എത്തുന്നതിനേക്കാൾ മുന്നേ നമുക്കൊരു പാലം കൂടി ഉണ്ട്. അതിൻ്റെ വർക്കുകളും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണത്തല എത്തിക്കഴിഞ്ഞാൽ മണത്തലയിലുള്ള അവിടുത്തെ ചുറ്റുപാടിലുള്ള കുറേ ഭാഗങ്ങളൊക്കെ വർക്കുകളും തീർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് എത്ര കണ്ടാലും മതി വരില്ല. ഇതിനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ഒരു പാലം കൂടിയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ചാവക്കാട് എത്തുന്നതിനേക്കാൾ മുന്നേ നമുക്ക് 5-6 പാലങ്ങൾ തന്നെ നമുക്ക് കയറിപ്പോകുന്ന ഒരു അവസ്ഥ കാണാം. അപ്പോൾ ഈ പാലത്തിൻ്റെ ഒക്കെ വർക്ക് തീരുന്നതനുസരിച്ച് അവിടെ അത്രത്തോളം ഹെവി ആയിട്ട് മണ്ണിട്ട് തൂർത്തിട്ട് വേണം തന്നെ ചെയ്യാൻ. അപ്പോൾ അത്രത്തോളം വർക്കുകൾ അവിടെ ചെയ്തു വരണം. പിന്നെ ഇത് ചാവക്കാട് എത്താനായിട്ട് മുന്നേ നമ്മൾ അമ്പലത്തിൻ്റെ ഒക്കെ എത്താനായിട്ട് മുന്നേ തന്നെയാണ് ഈ ഒരു പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് വൺ സൈഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, പാലത്തിൻ്റെ മുകളിൽ വർക്ക് കഴിഞ്ഞിട്ട്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ ഭയങ്കരമായിട്ട് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും മണത്തല പള്ളി എത്താനായി. അപ്പോൾ മണത്തല പള്ളിയുടെ അവിടെ സൈഡിലൊക്കെ ഒരുപാട് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ മണത്തല പള്ളിയുടെ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അടുത്തത് ചാവക്കാട് ജംഗ്ഷനിൽ പോകുന്ന വലിയൊരു പാലം തന്നെയാണ്. ആ പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ അവർ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു രീതികളൊക്കെയാണ് ഇനി ഉണ്ടാകുന്നത്. നമുക്ക് മണത്തല പള്ളി കഴിഞ്ഞ് എങ്ങനെയാണ് ഈ ഒരു മണത്തല പള്ളിയുടെ ആ ഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാകുമ്പോൾ മണത്തല പള്ളി എത്തി. നമ്മൾ അവിടെയൊക്കെ അധികം വർക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് സൈഡിൽ കൂടെയാണ്, മണത്തല പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് പോകുന്നത്. നേരെ പോകുന്നത് ഒരു പാലത്തിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ മണത്തല പള്ളി നമുക്കൊരു കവറിങ് പോലെ വരും. എന്തായാലും മണത്തല നേർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ പാലം ഇവിടെ എത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പാലം
സെറ്റ് ചെയ്തതിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.